ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ അൾട്ടിമേറ്റ് PSC. ഞാനിന്നേ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ഈ ചാനലിൽ കുറച്ച് PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുമ്പം മിക്കതും ഞാൻ SCRT കണക്ട് ചെയ്തിട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ എന്ന് വീഡിയോ ഇട്ടാലും അതിൽ എനിക്ക് വരുന്ന കമൻ്റാണ്, എങ്ങനെയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും SCRTയിൽ നിന്ന് കറക്റ്റ് പിക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നത്, ഏത് ഏരിയ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന 2 കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് SCRT ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അതിന് നമ്മൾ ആദ്യം വേണ്ടത് SCRT പാഠഭാഗങ്ങൾ റഫായിട്ടെങ്കിലും നമ്മളൊന്ന് വായിച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പാഠഭാഗം വായിക്കുമ്പോൾ അത് ആദ്യത്തെ തവണ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കണ്ടന്റ് കിട്ടണം, അല്ലെങ്കിൽ അത് ഫുള്ള് മനപ്പാടാക്കണം എന്നുള്ള രീതിയിലല്ല വായിക്കേണ്ടത്. ജസ്റ്റ് അതിനൊരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വായനയായിരിക്കണം അത്. അതായത് ആ പാഠത്തിൽ എന്തൊക്കെയുണ്ട് എന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള വായന. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററാണ് നമ്മൾ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ വന്നപ്പോൾ കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ വിവിധ കാർഷിക വിളകളെ കൊടുത്തിട്ടുണ്ട്, ധാതുക്കളെ കൊടുത്തിട്ടുണ്ട്, ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇരുമ്പുരുക്ക് വ്യവസായം കൊടുത്തിട്ടുണ്ട്, ഗതാഗതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ചാപ്റ്റർ കണ്ടോ, ഇരുമ്പുരുക്ക് ശാലകൾ, ഇതൊക്കെ എപ്പോഴും വരുന്ന ചോദ്യങ്ങൾ. ഇരുമ്പുരുക്ക് ശാലകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ പാഠത്തിൻ്റെ കുറച്ച് ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നമ്മളൊരു ചാപ്റ്റർ വായിക്കുമ്പോൾ, ഇപ്പോൾ ഈ പാഠഭാഗമാണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ മനസ്സിലാക്കണം, വെറുതെ അങ്ങോട്ട് വായിച്ചു പോകരുത്. നമ്മൾ മനസ്സിലാക്കണം എന്ത്, ഇങ്ങനെ ഇന്ന ഹെഡിങ് ഒക്കെയാണ് ഈ പാഠത്തുള്ളത് അല്ലേ. അതോ ഈ ഹെഡിങ്ങിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ, ജസ്റ്റ് ഒരു ഓവർവ്യൂ. ഒരിക്കലും നമ്മൾ കാണാപ്പാഠം പഠിക്കാനൊന്നുമല്ല, ഒരു ഓവർവ്യൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനി അത് മനസ്സിൽ ഓർത്തിരിക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുക, ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എന്തൊക്കെയാണ് ആ പാഠഭാഗത്തുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ എഴുതി വെക്കുക. കാർഷിക കാലങ്ങളുണ്ട്, വിളകളുണ്ട്, ഇരുമ്പയിര് ഖനന മേഖലകളുണ്ട്, ഗതാഗതമുണ്ട് അല്ലേ. പാഠത്തിൻ്റെ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതായത് ഓർത്തിരിക്കാൻ പറ്റാത്ത ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല, നമുക്കിപ്പോൾ ഒരു പാഠം വായിച്ചു, അത്യാവശ്യം കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലായി, മനസ്സിലത് വെക്കാൻ പറ്റുന്നുണ്ട്, ഓർക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആൾക്കാരാണ് എഴുതണ്ടെന്നേ, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി വെക്കുക. ഇന്ത്യ കാർഷികകാലം, കാർഷിക വിള, ഇരുമ്പയിര് ഖനന മേഖല, ഗതാഗതം, ഇങ്ങനെ നമ്മൾ ഒരു പാഠം വായിക്കുമ്പോൾ കിട്ടുന്ന മെയിൻ പോർഷൻസ് എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ എന്നും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം എന്താ, PYQ ചെയ്യലല്ലേ. ഇങ്ങനെ PYQ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് ഈ എഴുതി വെച്ചിരിക്കുന്ന ഏരിയാസ്, അതായത് ഇപ്പം നിങ്ങൾ PYQ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരുമ്പയിര് ഖനന മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, വിചാരിച്ചു. അപ്പം അത് എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ച ഇരുമ്പയിര് ഖനന മേഖലകളിൽ ഉള്ളതാണോ ഇല്ലയോ എന്നൊന്ന് നോക്കുക. അത്രേ വേണ്ടൂ. ഓക്കെ, അപ്പോൾ ഇരുമ്പയിര് ഖനന മേഖലകൾ ഈ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത്, അപ്പം നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് തുടക്കത്തിൽ കുറച്ച് സമയം പിടിച്ച പരിപാടിയാണ്, എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇതിലൊന്ന് ട്രാക്കിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാജിക്ക് കാണാം. അതായത് PSC ചോദ്യം ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി തുടങ്ങും. ഞാൻ പറഞ്ഞ പോലെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ചധികം പാഠങ്ങളുണ്ടോ, ആ പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇത് ചെയ്ത് ശീലമായാൽ പിന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത് ഈ പാഠഭാഗത്തുള്ളതാണ്, അതിനകത്താണല്ലോ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, SCRT ബുക്ക് വായിക്കുമ്പോൾ ചുമ്മാ അങ്ങോട്ട് വായിച്ചു പോയത്. അതായത് ഇപ്പം നമ്മളൊരു 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം വായിക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എന്തൊക്കെ ഉണ്ടാകും? 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തന്നെ നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും, ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ബയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും, ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഉണ്ടാവുമല്ലോ.
ഇങ്ങനെ ഉണ്ടാകും. അപ്പം നമ്മൾ പാഠങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിങ്ങനെ ടോപ്പിക് വൈസ് തന്നെ വായിക്കുക, സബ്ജക്റ്റ് വൈസ് തന്നെ വായിക്കുക. അതായത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് ആദ്യം വായിച്ച് തീർക്കാനുള്ളത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ്സിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ വായിക്കുന്നു, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുന്നു. അല്ലാതെ ഒരു ബന്ധമില്ലാതെ ആദ്യം ഒരു ഹിസ്റ്ററി പാഠം വായിക്കുന്നു, പിന്നെ ഒരു ജോഗ്രഫി പാഠം വായിക്കുന്നു, അങ്ങനെ വായിക്കരുത്. അങ്ങനെ വായിക്കാം. എപ്പോൾ? നമുക്ക് ഉള്ള ബോധ്യത്തോടു കൂടെ വായിക്കാം. ഞാനിപ്പോൾ വായിക്കുന്നത് ഹിസ്റ്ററീൻ്റെ ചാപ്റ്ററാണ്, ശരി ഞാൻ മടുത്തു, ഇനി ഞാൻ കുറച്ച് ജോഗ്രഫി ഏരിയ വായിക്കട്ടെ, അങ്ങനെ നമുക്ക് വായിക്കാം. അതായത് നമ്മൾ PYQ ചെയ്യുമ്പോൾ നമുക്ക് നോക്കണ്ട ഏത് ഹിസ്റ്ററി ആണോ ജോഗ്രഫി ആണോ എന്ന്. അപ്പോൾ അതിന് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് വായിച്ച് പഠിക്കണം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇപ്പോൾ റിവൈസ് ചെയ്ത് വന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് 8ാം ക്ലാസ്സിൽ എന്തുണ്ട്? പിന്നെ ലോക വിപ്ലവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, 8ാം ക്ലാസ്സിൽ ഹിസ്റ്ററിയിൽ ലോക വിപ്ലവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിലും ഈ സാധനം പറയുന്നുണ്ട്, ഫ്രഞ്ച് വിപ്ലവം 10ാം ക്ലാസ്സിലും പറയുന്നുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ നമ്മളിപ്പോൾ എഴുതി വെക്കുമല്ലോ ഇങ്ങനെ, അപ്പോൾ ടോപ്പിക് വൈസ് ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ്സിലെ പിന്നെ ഹിസ്റ്ററീൻ്റെ പാഠഭാഗത്തിൽ നമുക്കിങ്ങനെ ലോകരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കാണുന്നു. 10ാം ക്ലാസ്സിലും അങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ലോക വിപ്ലവമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കേണ്ടത് ഈ 2 പാഠഭാഗമാണ് അല്ലേ. എങ്ങനെ നോക്കുമ്പോൾ? ടോപ്പിക് വൈസ് നോക്കുമ്പോൾ. അല്ലാതെ ഇപ്പം നമ്മൾ ചറപറ എഴുതുകയാണ്, അതല്ലെങ്കിൽ ചറപറ വായിക്കുകയാണ്, കുറേ ഹിസ്റ്ററി വായിക്കുന്നു, കുറേ ജോഗ്രഫി വായിക്കുന്നു, അങ്ങനെ വായിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ ഏത് ഏരിയ ആണ് ഏത് പാഠഭാഗമാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് പാടുപെടും. അപ്പോൾ സബ്ജക്റ്റ് വൈസ് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് അടുത്ത കാര്യം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളതായിരിക്കും, അത് ആരെയും തെറ്റൊന്നുമല്ല. അതായത് ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ ഈ SCERT ഏരിയാസ് പിക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതൊന്ന് ക്ലിക്ക് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ഫോളോ ചെയ്ത് പോരാം. അതായത് SCERT നേരം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സെഗ്മെൻറ്റ് തുടങ്ങാൻ പോവുകയാണ്. SCERT നേരം. ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ PSCക്ക് ഇഷ്ടപ്പെട്ട കുറച്ചധികം പാഠഭാഗങ്ങളുണ്ടല്ലോ, ഉണ്ട്. ഈ പാഠഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആൻഡ് അത് പിന്നെ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന പാഠങ്ങളായിരിക്കും ആദ്യം തരുന്നത്. അത് പഴയ ടെക്സ്റ്റിലുള്ളതുകൊണ്ട് പുതിയ ടെക്സ്റ്റിലുള്ളതും ഉണ്ട്. ആൻഡ് അതിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാഠത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലേക്ക് ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ചാപ്റ്റേഴ്സാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ക്ലാസ് കൊണ്ട് തീരില്ല. അപ്പോൾ അത് 2 ഭാഗമായിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, എന്തായാലും ഈ SCERT നേരം എന്ന് പറയുന്ന സെഗ്മെൻറ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളെല്ലാം വെർത്തായിരിക്കും. കാരണം ഞാൻ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഹോട്ട് ചാപ്റ്റേഴ്സ്. ആ ഹോട്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? താല്പര്യമുള്ള ആൾക്കാർ ഫോളോ ചെയ്തിട്ട് കണ്ടു പൊക്കോളുക. ഓക്കെ, ഇനി പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് ഒന്ന് SCERTനെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. അടുത്ത കാര്യം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചിരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജോഗ്രഫിയുടെ 2025 ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും എന്ന് പറഞ്ഞിട്ട് ചാനൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ പറ്റുന്ന അത്രയും PYQ വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് PYQ പീക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ടാകും, അത് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തായിരിക്കും ഇടുക. ഓക്കെ, SCERTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SCERT നേരം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്യും. അതുപോലെ PYQയുമായി ബന്ധപ്പെട്ടത് PYQ പീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇനി നമ്മൾ മുന്നോട്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളതും എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടും തോന്നിയിട്ടുള്ള 2 മെത്തേഡാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? താല്പര്യമുള്ള ആ രീതിയിൽ പഠിച്ചു പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കൂടെ ജോയിൻ ചെയ്യാം, അത് ഫോളോ ചെയ്ത് പഠിക്കാം. ഈ ചാനൽ മാത്രം കണ്ട് പഠിക്കാമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഇടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചാൽ എന്തായാലും വെറുതെ ആവില്ല. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ, അല്ലാത്തതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയാൻ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ SCERT നേരം എന്ന് പറഞ്ഞിട്ട്
ഹോട്ട് ചാപ്റ്റേഴ്സ് ഏതെങ്കിലും ആയിരിക്കും ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം കേട്ടോ. അതായത് ഇന്ന ചാപ്റ്റർ വേണമെന്നോ ഇന്ന സബ്ജക്റ്റ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.